നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വല്ലാത്ത വിഷമത്തോടു കൂടിയിട്ടാണ് അച്യുതൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ആ ലോകിനെ കൊണ്ട് അച്യുതൻ വരുവാണെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജശ്രീ ഇന്ദിരാമ്മയൊക്കെ. അങ്ങനെ അച്യുതൻ തന്നെ ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ ഓടി ഇറങ്ങി ചെന്ന് ചോദിച്ചു, അച്യുതേട്ടാ എന്തിയെ, നമ്മുടെ മോൻ എന്തിയെ, അവൻ എന്തിയെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ രാജശ്രീ നീ ഒന്ന് സമാധാനിക്ക് എന്നും പറഞ്ഞിട്ട് അച്യുതൻ അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ രാജശ്രീ ചോദിച്ചു, അച്യുതേട്ടാ ഹലോ എന്തിയെ, എൻ്റെ മോൻ എന്തിയെ എന്നൊക്കെ ചോദിച്ചോണ്ട് അച്യുതനെ വന്നങ്ങോട്ട് കയ്യിലേക്ക് പിടിച്ചിങ്ങനെ കുലുക്കുവാണ്. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അത് പിന്നെ രാജശ്രീ അവനെ വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ജയിലിലേക്ക് കൊണ്ടുപോയെന്നോ? അച്യുതൻ എന്താ പറയണേ? അപ്പം നമ്മുടെ മോനെ കോടതി വെറുതെ വിട്ടില്ലേ? അവന് ജാമ്യമൊന്നും കിട്ടിയില്ലേ? ഇല്ല, അവന് ജാമ്യം കിട്ടിയില്ല. അനുശ്രീയുടെ മൊഴി അത്ര സ്ട്രോങ് ആയിരുന്നു. അവൾ അങ്ങനെയാണ് പറഞ്ഞത്, കാര്യങ്ങളൊക്കെ കോടതി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് അവനെ വീണ്ടും കോടതി ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ കേസ് 15-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുക. അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പം 15-ാം തീയതി നമ്മുടെ മോന് ജാമ്യം കിട്ടത്തുള്ളോ? അത് പിന്നെ രാജശ്രീ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ ഇപ്പോഴും സംശയമാണ് 15-ാം തീയതി അവന് ജാമ്യം കിട്ടുമോന്ന്. കാരണം അനുശ്രീയുടെ മൊഴി അങ്ങനത്തെ ഒരു മൊഴിയാണ് അവൾ കൊടുത്തിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല, അപ്പം അച്യുതേട്ടനല്ലേ പറഞ്ഞേ രവിവർമ്മ വക്കീല് ഭയങ്കര മിടുക്കനാണ്, ഇന്ന് വരെ ഏറ്റെടുത്ത കേസൊന്നും പരാജയപ്പെട്ടിട്ടില്ലെന്നൊക്കെ. ശരിയാ രാജശ്രീ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് വാദിക്കാനല്ലേ പറ്റുള്ളൂ. ശരിക്കും ആ ബാലനും അനുശ്രീയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള കളിയാ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. അവനെ പോലീസ് ജീപ്പിലേക്ക് പിടിച്ച് കയറ്റുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, എടാ മോനെ, അപ്പം ഇനി അവന് ജാമ്യം കിട്ടത്തില്ലേ? അവനെ കോടതി ശിക്ഷിക്കുമെന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ലമ്മ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും രാശ്രീയും കൂടി ചാടി എഴുന്നേറ്റു. അച്യുതേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോനെ കോടതി വെറുതെ വിട്ടില്ലെങ്കിൽ ദേവമംഗലത്തെ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നന്ദിത അവിടേക്ക് വരുന്നത്. നന്ദിത വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛാ, അലോക് വന്നില്ലെന്ന് ചോദിച്ചു. അലോകിന് ജാമ്യം കിട്ടിയില്ലെന്ന് ചോദിച്ചു. രാജശ്രീ പറഞ്ഞു, അലോകിന് ജാമ്യം കിട്ടിയില്ല, എൻ്റെ മോനെ വീണ്ടും ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. എല്ലാ അനുശ്രീ എന്ന് പറയുന്നവൾ കാരണമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അവളുണ്ടല്ലോ അനു, ഇവിടെ വന്ന് ഇത്രയും ദിവസം താമസിച്ച് നമുക്കിട്ട് പണി തന്നിട്ട് ഇറങ്ങി പോയിരിക്കുന്നേ. അതുപോലെ തന്നെ ഒരുത്തിയുണ്ടല്ലോ അവിടെ മിത്ര, അവൾ ഈ വീട്ടിലേക്ക് വരണം, അവൾ തിരികെ ഇങ്ങോട്ടേക്ക് വരണം, ആ ആരിനെ ഉപേക്ഷിച്ച്. അതാണ് ഇനി ചെയ്യാൻ പോണ്ടേ. ദേ നന്ദിതടുത്തി, ഞാനൊരു കാര്യം പറയാം, അവളെ ഈ വീട്ടിലേക്ക് വിളിക്കണം. അവൾ എന്ത് കാരണവശാലും ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ പാടില്ല. അവൾ ഈ വീട്ടിലായിരിക്കണം ഇനി വന്ന് നിൽക്കണ്ടേ. അതിപ്പം നന്ദിത പറഞ്ഞു, അത് പിന്നെ രാജശ്രീ, അതിന് ആരിനെ വിട്ടിട്ട് അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ? വരണം, അവിടെയാണ് നമ്മുടെ കഴിവ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇനി ഞാൻ നോക്കിയിട്ട് നമ്മുടെ മോനെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. എന്താണ് വേദന എന്ന് അവരൊന്നും അറിയട്ടെ. ആരിനെ വിട്ടിട്ട് മിത്ര ഇവിടെ വന്ന് നിൽക്കണം. അവർക്ക് കൊടുക്കാൻ ഞാൻ പോകുന്ന ശിക്ഷ അതാന്ന് പറഞ്ഞിട്ട് രാശ്രീ ദേഷ്യത്തോടെ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് നന്ദിത ഇന്ദിരാമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതിങ്ങനെ പോയ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം മിത്ര അവിടെയുള്ള എല്ലാവർക്കും അത്രയ്ക്ക് കാര്യമാണ്. ഇന്ദിരാമ്മ പറഞ്ഞു, അതെനിക്കറിയാം മോളെ, പക്ഷേ എങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അലോകിനി ഇപ്പോൾ ശിക്ഷ കിട്ടി ജയിലിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കൃഷ്ണമംഗലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? കാര്യം പറഞ്ഞ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒന്നുമല്ലല്ലോ, എൻ്റെ കൊച്ചുമകനല്ലേ അവനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നന്ദിത പറഞ്ഞു, എല്ലാം ശരിയാവും അമ്മേ, അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കുക. 15-ാം തീയതി സമയമുണ്ടല്ലോ, അന്ന് അവനെ പുറത്തിറക്കാൻ പറ്റും, നമുക്ക് ശ്രമിക്കാം. അന്തേണ്ണു അങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മ പറഞ്ഞു, അല്ല, അനുശ്രീയുടെ മൊഴി അത്ര സ്ട്രോങ് ആണെങ്കിൽ അവന് ജാമ്യം പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്താണെങ്കിലോ ബാലന് വീട്ടിലേക്ക് വന്നു. ബാലൻ വീട്ടിലേക്ക് വന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അച്യുതൻ മുറ്റത്തേക്ക് ഇറങ്ങി വെല്ലുവിളി നടത്തുന്നത്. എടാ ബാല, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടാ, നിന്നെ കാണിച്ചു തരാടാ, ദേവമംഗലം ഞാൻ കത്തിക്കും ഞാൻ. അപ്പോഴേക്കും ധർമ്മൻ ഓടി ഇറങ്ങി വന്ന് അച്യുതനെ പിടിക്കുകയാണ്. എന്താ അച്യുതേട്ടാ, വിടറാ നീ എന്നെ. ഈ സമയത്ത് ബാലന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എടാ ചോണയുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാടാ, ഞാൻ കാണിച്ചു തരാം. ഈ അച്യുതനും കൃഷ്ണമംഗലം എന്താന്ന് നീ കാണാൻ പോകുന്നുള്ളൂ. 15-ാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ മകനെ ഞാൻ പുറത്തെത്തിച്ചിരിക്കും. അവൻ നിരപരാധിയാന്ന് കോടതി തെളിയിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ അച്യുതനില്ലെന്ന് തന്നെ കൂട്ടിക്കോ.
ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, എടാ നിന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ശിക്ഷ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോടാ. നിന്റെ മോനും നീയും എല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചേ. അവൻ എൻ്റെ മോളോട് ആ ക്രൂരത ചെയ്യുന്ന സമയത്ത് അവനിതൊന്നും മനസ്സിലില്ലായിരുന്നോ അവൻ്റെ ജീവിതം നശിക്കുമെന്ന്? എന്നിട്ട് അവനെ പിന്താങ്ങിക്കൊണ്ട് വന്നൊരു അച്ഛനും നാണമില്ലയുടെ അച്ഛൻ നിനക്കെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, എടാ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവന് ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അവനൊരു പോറൽ പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സൊന്ന് നൊന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നിനക്ക് ഞാനാരാന്നറിയില്ല, അത് നീ കാണാൻ പോകുന്നുള്ളടാ. നിന്റെ കുടുംബം തന്നെ ഞാൻ ഇത് കത്തിച്ച് വെണ്ണീറാക്കാൻ പോവാണ്. അച്ഛനോടാ നിന്റെ കളി. നീ ശരിക്കും കളി കാണാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യടാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മന് അച്യുതനെ പിടിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം അച്യുതോട്ടെ ഇങ്ങോട്ട് കയറി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ്. ആ സമയം അച്യുതൻ പറഞ്ഞു, വിടറാ ധർമ്മ, എന്നെ വിട്, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേ അച്യുതേട്ടാ, ഇവിടെ കിടന്ന് വെറുതെ വെല്ലുവിളികൾ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. എങ്ങനെ അലോകിനെ പുറത്തു കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും കാര്യങ്ങളും നടത്തിയിട്ട് അതും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി. ഈ സമയത്ത് ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നു. ഗോമതി വന്ന് ബാലനോട് പറഞ്ഞു, ബാലേട്ടാ, കൃഷ്ണമംഗലത്തെ എല്ലാവർക്കും നല്ല വിഷമാന്ന് തോന്നേ. അമ്മ ഇന്ന് പുറത്തേക്ക് പോലും ഇറങ്ങി വന്നിട്ടില്ല. അതെ ഗോമതി, അതൊന്നും നീ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അറിയാലോ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ആര്യനും ഇറങ്ങി വരുന്നേ. മിത്രയും മീനാക്ഷി എല്ലാവരും ഉണ്ടായിരുന്നു. ആര്യം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവനക്ക് ഇഷ്ടമുള്ള ശിക്ഷ കിട്ടണം. അവനെങ്ങാനും ഇനി പുറത്തിറങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചവൻ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവന് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ആര്യം പറയണം. അതിനത്രയ്ക്ക് ദേഷ്യമായിരുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത അനുസരിയുടെ ജീവിതമാണ് ഒറ്റ രാത്രി കൊണ്ട് അവനില്ലാതാക്കി കളഞ്ഞേ. ഏതൊരു സഹോദരനാണ് അത് സഹിക്കാൻ പറ്റുന്നത്? അത്രയ്ക്ക് ദേഷ്യം തന്നെ ആയിരുന്നു ആര്യന്. അപ്പോഴേക്കും കോമതി പറഞ്ഞു, ആര്യ, നീ വേണ്ടാത്ത ചിന്തകളൊന്നും എടുത്ത് മനസ്സിലുണ്ടാ, അറിയാലോ. അമ്മയ്ക്കിത് പറയാം. അമ്മയുടെ ആങ്ങളയുടെ മോനാണ്, സമ്മതിച്ചു. പക്ഷെ ഞാനെന്ന് പറഞ്ഞാലേ അനുശ്രീയുടെ സഹോദരനാണ്. അവളുടെ മേലിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് നിറവേറ്റിയേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവളുടെ ചേട്ടനാന്നും പറഞ്ഞുകൊണ്ടിരിക്കണേ? അതും പറഞ്ഞുകൊണ്ട് ആരും മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് മിത്രയ്ക്ക് നല്ല സങ്കടമായിരുന്നു. മിത്ര ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ആര്യം വന്നിട്ട് ചോദിച്ചു, എന്താ നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്താ പറ്റി? ആ ലോകിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടതിൻ്റെ വിഷമമാണോ? അല്ല ആര്യ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഇനി അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിലേക്ക് പോയില്ലേ? അങ്ങനെ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആർക്ക് സഹിക്കാൻ പറ്റില്ല, കൃഷ്ണമംഗലത്ത് എല്ലാവർക്കും. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, ഓഹോ, അപ്പോൾ അവന് ശിക്ഷ കിട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ നിനക്ക് പേടിയാണോ അതോ നിനക്ക് സങ്കടമാണോ എന്ന് ചോദിച്ചു. അതല്ല ആര്യ, ഒരു പക്ഷേ അവനിനി നന്നായാലോ. അവനെങ്ങാണ്ട് അനുവിനോട് പോയി സോറി പറഞ്ഞെന്നാ പറഞ്ഞേ. എടി, അതൊക്കെ അവൻ്റെ ഒരു വെറും സെൻറ്റിമെൻറ്റ്സ് മാത്രമാണ്. നിനക്ക് ഇതുവരെയായിട്ട് നിൻ്റെ സഹോദരനെ മനസ്സിലായിട്ടില്ലേ? എനിക്കറിയാം ആര്യ, അവൻ ദുഷ്ടനാണ്. പക്ഷേ അവന് ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും സങ്കടം വരത്തില്ലേ? അങ്ങനത്തെ ഒരു വേദന മാത്രം. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ്റെ കാര്യത്തിൽ നീ വേദനിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണം. അല്ലെങ്കിൽ അവന് ഞാൻ ശിക്ഷ കൊടുക്കും. ഞാനാരാന്ന് അവനെ കാണിച്ചു കൊടുക്കും. അതും പറഞ്ഞുകൊണ്ട് ആര്യം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനും മിത്രയ്ക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. കാര്യം പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇനി അവൻ എന്ത് ശിക്ഷ കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അത് മിത്രയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് കണ്ടറിയണം. കാരണം മിത്രയെ എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രതികാരം ചെയ്യാനായിട്ടാണ് രാജശ്രീയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മിത്ര അതിന് സമ്മതിക്കുമോ? ഹാരിനെ വിട്ടു പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ കഥകളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.